എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ഓട്ടോണമസ് പദവി 2030 വരെ നീട്ടി. കോളേജിൻ്റെ ഓട്ടോണമസ് പദവി നഷ്ടമായെന്ന വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് UGCയുടെ ഉത്തരവ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2019 മുതൽ 2030 വരെയുള്ള കാലത്തേക്കാണ് ഓട്ടോണമസ് പദവി അംഗീകരിച്ചുകൊണ്ടുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഉത്തരവ്. മഹാരാജാസ് കോളേജിന്റെ ഓട്ടോണമസ് പദവി നീട്ടി നൽകി UGC ഉത്തരവ് പുറപ്പെടുവിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മഹാരാജാസ് കോളേജിന് ഓട്ടോണമസ് പദവി നഷ്ടമായെന്ന രീതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വലിയ പ്രചാരണം നടന്നിരുന്നു. യാഥാർത്ഥ്യം മറച്ചുവെച്ച് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉൾപ്പെടെ ഇത്തരം പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി. അതേസമയം സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജിനായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ് UGCയുടെ പുതിയ ഉത്തരവ്. NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച കോളേജുകളിൽ 53-ാം സ്ഥാനവും KIRF റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ മികച്ച കോളേജുകളിൽ 10-ാം സ്ഥാനവും മഹാരാജാസിനുണ്ട്. സ്വകാര്യ ഏജൻസിയായ എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജുകളിൽ 1-ാം സ്ഥാനവും മഹാരാജാസ് കോളേജിനാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മഹാരാജാസ് കോളേജിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി. പുതിയ ഹോസ്റ്റൽ ബ്ലോക്കുകൾ, ഓഡിറ്റോറിയം, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ നവീകരിച്ച സ്റ്റേഡിയം തുടങ്ങി നിരവധി പുതിയ വികസന പദ്ധതികൾ മഹാരാജാസ് കോളേജിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.